ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. തിരുവചന പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവത്തിങ്കിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി തന്നെയായിരിക്കാം ഒരു വാക്ക് പ്രാർത്ഥന. ഉന്നതനും അത്യുന്നതനും മനുഷ്യർക്കാർക്കും കാണാൻ കഴിയാത്തവനും മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്കുമെല്ലാം അപ്പുറം സ്വർഗീയ പ്രഭാവത്തിൻ്റെ നിറവിൽ ദൂതഗണങ്ങളുടെയും മാലാഖമാരുടെയും സ്വർഗീയ സൈന്യങ്ങളുടെയും എല്ലാം നടുവിൽ ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമായി വാഴ്ത്തപ്പെടുന്ന സകല സ്തുതികൾക്കും ആരാധനകൾക്കും ബഹുമാനങ്ങൾക്കും യോഗ്യനായി പരിശുദ്ധിയുടെ നിറവിൽ അത്യുന്നതനായി വാഴുന്ന പ്രപഞ്ചത്തിൻ്റെ ഉടയവനും നാഥനും നായകനുമായ സർവ്വവല്ലഭനായ അതിപരിശുദ്ധനായ സൃഷ്ടാവായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഞങ്ങളുടെ രക്ഷകനായ അങ്ങയുടെ പുത്രൻ്റെ പിതാവായി ഞങ്ങൾക്ക് വെളിപ്പെട്ടവനായി കൃപാസനത്തിലുള്ള വാതിൽ തൻ്റെ പുത്രൻ്റെ പരമയാഗത്താൽ തുറക്കപ്പെട്ട് ജീവൻ്റെ ആ വഴി ഞങ്ങൾക്കായി അനുഗ്രഹിച്ച് തുറന്നു തന്ന ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം കടന്നു വരുവാൻ അങ്ങിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ മനസ്സിനെ ഉയർത്തി പിതാവെ ഞങ്ങളുടെ നിലവിളിപ്പാൻ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ കൃപയ്ക്കായി അനുഗ്രഹത്തിനായി സാവകാശത്തിനായി നന്മയ്ക്കായി ക്രിസ്തുവിടെ ലഭിച്ച സകലവിധമായ സൗഭാഗ്യത്തിനായി സ്തുതിക്കുകയാണ്. ഈ ഭൂമിയിൽ ഞങ്ങൾ പരദേശികളാണ്. നിത്യത എന്ന ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ഞങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായി ദൈവമേ, ഞങ്ങളുടെ കാലുകൾക്ക് ദീപമായി അങ്ങയുടെ വിശുദ്ധ വചനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ആ വചനം ഞങ്ങൾക്ക് വ്യക്തമാക്കുന്നതിന്, ബോധ്യപ്പെടുത്തുന്നതിന്, അതിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ തന്നെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ആയതിനാൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുമ്പോൾ പലയിടത്തായാലും ഞങ്ങളോടൊപ്പം ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ വചനത്തിന് ചെവി കൊടുക്കുന്ന എല്ലാവരെയും അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ ആശ്രയിക്കുന്ന ഓരോ ജീവിതം പോലും നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ചാരത്തും ദൂരത്തുമായി ഈ ക്ലാസ്സിൽ നിന്ന് പങ്കെടുക്കുന്ന എല്ലാവരെയും ഇവിടെ ജീവിതത്തിൻ്റെ ആത്മീയവും ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ വചനം അയച്ചവരെ സുഖപ്പെടുത്തണം, ബലപ്പെടുത്തണം. ഞങ്ങളിലുള്ള കുറവുകളും ബലഹീനതകളെല്ലാം പൊറുക്കണം. അങ്ങയുടെ അനുഗ്രഹത്തിന് ഞങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ, അകൃത്യങ്ങൾ തടസ്സമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ വിഷയവും ഏൽപ്പിക്കുന്നു. മാനവും മഹത്വവും എന്നും അങ്ങേക്കുണ്ടായിരിക്കട്ടെ. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഇവയെ സാത്താൻ്റെ തലയെ തകർത്ത് ഞങ്ങൾക്ക് വിമോചനം ഒരുക്കി തന്ന ഞങ്ങളുടെ ഏകരക്ഷകനും മധ്യസ്ഥനുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കൊലോസ് ലേഖന പഠനത്തിലേക്ക് വരികയാണ്. നേരിട്ട് പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമായി. നമ്മൾ ഇന്ന് മുതൽ 1-ാം അധ്യായത്തിലെ 1-ാം വാക്യം മുതൽ ആ വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം 1-2 വാക്യങ്ങൾ ഒരുമിച്ച് ആണ്. അതുകൊണ്ട് ആ വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊലോസിയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇതാണ് 1-2 വാക്യങ്ങൾ. ഇപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ എന്ന പ്രയോഗത്തെക്കുറിച്ച് വിശദമായി കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ദൈവേഷ്ടത്താൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ അപ്പോസ്തലനായത് ദൈവ ഇഷ്ടത്താലാണ്, ബൈ ദ വിൽ ഓഫ് ഗോഡ്. ദൈവം തെരഞ്ഞെടുത്തതിനാലാണ് താൻ അപ്പോസ്തലനായി താൻ പ്രസ്താവിക്കുന്നത് എന്ന് ഇതിനകം തന്നെ പല ലേഖനങ്ങളിലും താൻ പരാമർശിച്ചു. റോമർ 1:1, 1 കൊരിന്ത്യർ 1:1, 2 കൊരിന്ത്യർ 1:1, ഗലാത്യർ 1:1, എഫേസ്യർ 1:1, 1 തിമോത്തിയോസ് 1:1, 2 തിമോത്തിയോസ് 1:1. ഇവിടെ എല്ലാ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ താൻ അപ്പോസ്തലൻ ആകുവാൻ ദൈവമാണ് തന്നെ ഈ അവസ്ഥയിലേക്ക് വിളിച്ചത് എന്ന് വ്യക്തമാക്കി. അപ്പോൾ താൻ ദൈവം വിളിച്ചപ്പോൾ തന്നെ സംബന്ധിച്ച് താൻ പ്രതികരിച്ചു. നമ്മുടെ പ്രതികരണം ദൈവം തീരുമാനിക്കുന്നതല്ല. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ, വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ അതനുസരിച്ച് എന്ത് രൂപാന്തരം, എന്ത് മാറ്റം വരുത്തണമെന്ന് നമ്മൾ ആണ് സ്വയം തീരുമാനിക്കേണ്ടത്. നമ്മുടെ തീരുമാനം ദൈവം എടുക്കില്ല. അതുകൊണ്ടാണ് ദൈവത്തിന് ന്യായാധിപതിയാകുവാൻ സാധിക്കുന്നത്. ഇപ്പൊ സ്വയം അപ്പോസ്തലനായി തീരുകയോ മനുഷ്യർ നിയോഗിക്കുകയോ ചെയ്തവനല്ല പൗലോസ്.
സ്വയം ഒരു ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് എനിക്ക് ദൈവം വെളിപാട് തന്നു, ഞാൻ ഇന്ന് മുതൽ അപ്പോസ്തലനാണെന്ന് പ്രഖ്യാപിച്ചവനല്ല. ഇത് വളരെ പ്രാധാന്യമാണ്. കാരണം ഇന്നത്തെ ഈ ആത്മീയ ഗോളത്തിൽ അപ്പോസ്തലന്മാരെന്ന് പേര് പറയുന്ന പലരുണ്ട്. ബൈബിൾ അവരെ കപട അപ്പോസ്തലന്മാരെന്നാണ് വിളിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 11-ാം അധ്യായം 3-ാമത്തെ വാക്യം. പുതിയമ പ്രകാരം പുതിയമ വിശ്വാസികളെ നമുക്ക് നിശ്ചയമുണ്ടായിരിക്കണം. ഇന്ന് പുതിയമ പ്രകാരം അപ്പോസ്തലൻ ആരും ഭൂമിയിലില്ല. 2 കൊരിന്ത്യർ 11:3 ഇങ്ങനെ പറയും, എന്നാൽ ഹവ്വം സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ എന്ന് പറഞ്ഞ എൻ്റെ 13-ാമത്തെ വാക്യം. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്ര. അത് ആശ്ചര്യവുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് കൊരിന്ത്യ സഭയുടെ നടുവിൽ ചിലർ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നവരുടെ യഥാർത്ഥ രൂപത്തെ കാണിച്ചു കൊടുത്തു. അവർ കപട അപ്പോസ്തലന്മാരാണ്. ഇപ്പൊ പൗലോസ് വാസ്തവത്തിലുള്ള യഥാർത്ഥ അപ്പോസ്തലനാണ്. അപ്പോസ്തലനാകാനുള്ള എല്ലാ യോഗ്യതകളും പൗലോസിന് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടു. അപ്പം യേശുവിന്റെ വെളിപാടിനാലാണ് തനിക്ക് ഉത്തരവാദിത്വം നൽകപ്പെട്ടത്. കർത്താവ് യേശുവാണ് തന്നെ അപ്പോസ്തലനായിട്ട് തെരഞ്ഞെടുത്തത്. തൻ്റെ കഴിവല്ല, തൻ്റെ മഹാത്മ്യമല്ല, തൻ്റെ സ്വന്തം തീരുമാനമല്ല. ദൈവകൃപയാൽ താൻ നിയോഗിക്കപ്പെടുകയായിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 15-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെ നമുക്ക് വായിച്ചു കേൾക്കാം, ഞാൻ ആകുന്നത് ദൈവകൃപയാലാണ്. ഇപ്പൊ ദൈവം തനിക്ക് തന്ന കൃപയാണ് തനിക്ക് ലഭിച്ച ഉത്തരവാദിത്വം. പക്ഷെ ദൈവം നമുക്ക് കൃപ തരുമ്പോൾ അത് വൃഥാവാക്കാതെ നാം അതിനോട് പ്രതികരിക്കണം. ഇന്നീ സായാഹ്നത്തിൽ ദൈവനെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കതൊരു കൃപയാണ്. ആത്മീയ ജീവിതയാത്രയിൽ ദൈവം തരുന്ന വെളിച്ചമാണ്, പ്രകാശമാണ്. ആ പ്രകാശം വേണമെങ്കിൽ ഊതിക്കെടുത്താം. ആകെ നമുക്ക് ഭൂമിയിലുള്ള ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുവാൻ സഹായിക്കുന്ന ഏക ആശ്രയം ഈ വെളിച്ചമാണ്. ഈ വെളിച്ചം നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം, നിഷേധിക്കാം. അത് നമ്മുടെ തീരുമാനമാണ്. ഇവിടെ പൗലോസ് പറയും, ഞാൻ ദൈവേഷ്ടത്താല. ചരിത്രത്തിലെ സുപ്രധാന വിഷയങ്ങൾ, ദൈവത്തിന്റെ ഇഷ്ടം വളരെ പ്രധാനമാണ്. പക്ഷേ മനുഷ്യന്, ശ്രദ്ധിക്കുക, മനുഷ്യന് സ്വന്തമായി സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയും. സ്വന്തം ഇഷ്ടപ്രകാരം, ഫ്രീ വിൽ ഓഫ് മാൻ, സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം തീരുമാനപ്രകാരം പ്രവർത്തിക്കുവാനുള്ള അവകാശം മനുഷ്യനുണ്ട്. ദൈവം എന്നെ കൊണ്ട് ചെയ്തു, ചെയ്യിപ്പിച്ചെന്ന് പറയരുത്. അനേകം ആൾക്കാർ പാപം ചെയ്തിട്ട്, തിന്മ ചെയ്തിട്ട്, അനുസരണക്കേട് കാണിച്ചിട്ട്, പലതും ദൈവത്തിന് വിരോധമായി ചെയ്തിട്ട് ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഒരിക്കലും ദൈവം ചെയ്യിപ്പിക്കില്ല. ദൈവം മനുഷ്യന് നൽകി ഈ അവകാശം, ഈ പ്രാപ്തി, അത് ദൈവം മാനിക്കുന്ന ദൈവമാണ്. ഏതും തോട്ടം മുതൽ നമുക്കതറിയാം. ദൈവം അവർക്ക് അവസരം കൊടുത്തു, അവർക്ക് നിർദ്ദേശം കൊടുത്തു, ഭവിഷ്യത്ത് പറഞ്ഞു കൊടുത്തു. തീരുമാനം അവർ എടുക്കണം. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ദൈവം നമുക്ക് നിർദ്ദേശം തരും, വെളിച്ചം തരും, പറഞ്ഞു തരും, മുന്നറിയിപ്പ് തരും, ശാസനം തരും, ഗുണീകരണം തരും. നമ്മളാണ് തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന് ന്യായാധിപതിയാകുവാനായിട്ട് കഴിയുന്നത്. ദൈവമല്ല നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ദൈവം സകല മനുഷ്യരുടെ ഇഷ്ടത്തെയും തീരുമാനങ്ങളെയും നിയന്ത്രിക്കുകയാണ്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കാം. ഭൂമത്തുള്ള 830 കോടി മനുഷ്യരുടെയും ജീവിതത്തെയും തീരുമാനത്തെയും ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ദൈവം അവരുടെ ഇഷ്ടം നോക്കാതെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുകയാണെങ്കിൽ ഭൂമിയിലുള്ള ഒരു മനുഷ്യരും നഷ്ടപ്പെടില്ല. ഭൂമിയിലുള്ള ഒരു മനുഷ്യരും നരകത്തിൽ ചെന്ന് വീഴില്ല. ആരും നശിച്ചു പോകില്ല. ദൈവം നിയന്ത്രിച്ച എല്ലാവരും, ദൈവം പറയുന്നു, എല്ലാവരും നിത്യതയിൽ എത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ എല്ലാവരെയും അങ്ങനെ ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഇന്നീ സായനത്തിൽ 850 കോടി ജനങ്ങളുണ്ടെങ്കിൽ അവരെല്ലാവരും ഈ സന്ദേശം കേൾക്കാനും ദൈവം അവരെ കൊണ്ടിരുത്തും. ദൈവം സമ്പൂർണ്ണ നിയന്ത്രണം എല്ലാവരുടെ മേല് നിർബന്ധം ചെലുത്തുകയാണെങ്കിൽ ഏതിന് അധികാരമുണ്ട്, കഴിവുണ്ട്. പക്ഷെ ദൈവം ചെയ്യില്ല. ഓരോരുത്തരും സ്വയം തീരുമാനിക്കണം, ഞാൻ ഈ കേൾക്കുന്ന സന്ദേശം എങ്ങനെ സ്വീകരിക്കണം. ക്രിസ്തു എപ്പോഴും പറയും, നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊള്ളു. വഴിയരികെ പോലെ ഇരുന്ന് കേൾക്കാം, മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ കേൾക്കാം, പാറപ്പുറത്ത് വീണ വിത്ത് പോലെ കേൾക്കാം, നല്ല നിലം പോലെ കേൾക്കാം. അത് കേൾക്കുന്നവരുടെ തീരുമാനമാണ്. പത്രോസിന്റെ ലേഖനം 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ പത്രോസിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. 2 Peter 3:9. അവിടെ പത്രോസ് പറയുന്നത്, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പിക്കാൻ താമസിക്കുന്നില്ല. കർത്താവ് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് കൃത്യമായ സമയത്തിന് താൻ തിരിച്ചു വരും. മനുഷ്യരുടെ തീരുമാനവും അഭിപ്രായം നോക്കിയല്ല. കർത്താവ് തന്റെ വരവ് താമസിക്കില്ല. തന്റെ വാഗ്ദാനമാണ്, അത് നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ
എല്ലാവരും മാനസാന്തരപ്പെടുവാൻ വേണ്ടി ഇച്ഛിച്ച് നിങ്ങളുടെ ദീർഘക്ഷമ ദൈവം നീട്ടിത്തന്നത്, സമയം നീട്ടിത്തരുന്നത്, ഇന്നലെ വരാതിരുന്നത്, ഇന്ന് എവിടെയെങ്കിലും ആരെങ്കിലും സുവിശേഷം കേട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ഭൂമത്തെ എവിടെയെങ്കിലും കാണും. ഇന്ന് സുവിശേഷം കേട്ട് സ്നാനമേറ്റ് പാപമോചനം പ്രാപിക്കാൻ ചില ജീവിതങ്ങൾ മാറ്റപ്പെട്ടത്. ഇന്നലെ വന്നിരുന്നെങ്കിൽ അവർ രക്ഷയുടെ അനുഭവത്തിൽ എത്തില്ലായിരുന്നു. ഇപ്പൊ ദൈവം ദീർഘക്ഷമ കാണിക്കുകയാണ്. ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവിടെ പറയുന്നത് അങ്ങനെയാണ്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിക്കുന്നു, പക്ഷെ നിർബന്ധിക്കുന്നില്ല. ദൈവം ഇച്ഛിക്കുന്നു, എല്ലാവരും മാനസാന്തരപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഓരോരുത്തർ തീരുമാനിക്കണം, ഞാൻ മാനസാന്തരപ്പെടണം, എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തണം. ആരും നശിച്ചു പോകാതെ സുവിശേഷം അനുസരിക്കാതെ ആരും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ പക്ഷെ അതേസമയം നമുക്കറിയാം, ദൈവത്തെ അറിയാത്ത സുവിശേഷം അനുസരിക്കാത്തവർ നശിച്ചു പോകും. തെസ്സലോനിക്കർക്ക് 2-ാം ലേഖനം 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ കേൾക്കാം. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുമ്പോൾ അതിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ കർത്താവ് യേശുവിന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. അപ്പൊ കർത്താവ് രണ്ടാമത് വരുമ്പോൾ ശാന്തമായിട്ടല്ല, ആദ്യം വന്നതുപോലെയല്ല, തിരിച്ചു വരുന്ന വരവ് തന്നെ കാണാം. അഗ്നിജ്വാല, അഗ്നി എപ്പോഴും ന്യായവിധിയുടെ പ്രതീകമാണ്. അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർ, നമ്മുടെ കർത്താവ് യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർ. ഇപ്പൊ അനുസരിക്കുക എന്ന് പറയുന്നത് മനുഷ്യരോടുള്ള ദൈവത്തിന്റെ നിർദ്ദേശമാണ്. അടിച്ചേൽപ്പിച്ച് അനുസരിക്കില്ല. അത് മക്കളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ളിലുള്ള ആഗ്രഹം അനുസരിച്ച് അവർ കെട്ടുപൊട്ടിച്ച് ചങ്ങല പൊട്ടിച്ച് പുറത്തേ പോകും. അത് അവർക്ക് ബോധ്യം വന്നില്ല എങ്കിൽ ഞാനീ പോകുന്നതിന്റെ ഭവിഷ്യത്ത് മാരകമായിരിക്കുമെന്ന്. ഇപ്പൊ സുവിശേഷം അനുസരിക്കാത്തവർ, അത് വളരെ വ്യക്തമാണ്, അവർക്ക് ദൈവം എന്ത് കൊടുക്കും? പ്രതികാരം കൊടുക്കുമെന്നാണ്. കാരണം ദൈവം എത്രമാത്രം സ്നേഹം ചൊരിഞ്ഞു. കാൽവരി കുറിച്ച് തന്റെ സ്വന്തം മകനെ യാഗമായി നമുക്ക് നൽകി. നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തമായി ക്രിസ്തു മരിച്ചു. സ്വർഗത്തിൽ നിന്നാണ്, ആ പരിശുദ്ധയുടെ നടുവിൽ നിന്നാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇത്രമാത്രം കാര്യങ്ങൾ നമുക്ക് ഒരുക്കി തന്നിട്ട് നമ്മൾ മുഖം തിരിച്ച് പുറകോട്ട് നടക്കുമ്പോൾ ഇതിന് ഭവിഷ്യത്തുകൾ നേരിടും. ഇതിൽ നിങ്ങൾ മറുവില കൊടുക്കേണ്ടി വരും. ഇപ്പൊ സുവിശേഷം അനുസരിക്കാത്തവർ നശിച്ചു പോകും. ലൂക്കോസ് 13:3 ക്രിസ്തു പറഞ്ഞു, അല്ലല്ല, മാനസാന്തരപ്പെടാത്തവർ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. മാനസാന്തരപ്പെടാത്തവർ, സോ ദൈവം മാനസാന്തരപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുക. മാനസാന്തര വാക്കിനകത്ത് ആശ്വസിപ്പിക്കുക, കംഫർട്ടിങ് എന്നൊരർത്ഥം കൂടിയുണ്ട്. ദൈവം മാനസാന്തരപ്പെട്ട് തന്നിലേക്ക് മടങ്ങി വരുന്നവരെ ആ മുടിയനായ പുത്രന്റെ അപ്പൻ ആ മകനെ മാറോട് ചേർത്ത് ആശ്വസിപ്പിച്ചതുപോലെ. അപ്പൊ വളരെ വ്യക്തമാണ്, നഷ്ടപ്പെട്ടവർ അവസ്ഥയിൽ എത്തിയതിന്റെ കാരണം ദൈവമല്ല. ആരെങ്കിലും ഇന്ന് വചനം സത്യസന്ധമായി അനുസരിക്കാതെ വലുത് തള്ളിക്കളയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ദൈവമല്ല. ദൈവം അങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ടല്ല, തീരുമാനിച്ചത് കൊണ്ടല്ല. അവർ ദൈവഹിതത്തിനും ദൈവത്തിന്റെ കൽപ്പനയ്ക്കും വിരോധമായി അവർ ജീവിക്കുവാൻ അവർ തീരുമാനിച്ചു. ഓരോരുത്തരുടെ ഭാഷയിൽ ദൈവപരിജ്ഞാനം സ്വീകരിക്കാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം, എനിക്ക് ബൈബിൾ വായിക്കേണ്ട, ബൈബിൾ എനിക്ക് വിശ്വാസമില്ല, ബൈബിൾ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് അവർ സ്വയം തീരുമാനിച്ചതാണ്. പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് ദൈവം നശിപ്പിച്ചു. ദൈവത്തെ കുറ്റം പറയരുത്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ദൈവഹിതം നടപ്പാക്കുവാൻ പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് മത്തായിയുടെ 6:10 തന്റെ ശിഷ്യന്മാരെ ആദ്യം തന്നെ ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ചത്. മത്തായി 6:10, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇത് പ്രാർത്ഥിക്കാൻ വരെ പഠിപ്പിക്കുകയാണ്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ദൈവഹിതം നടപ്പാക്കണമെന്ന് ദൈവം ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവത്തിന്റെ ഇഷ്ടം പ്രാധാന്യമില്ലാത്തതാണെങ്കിൽ ഈ വിധം പ്രാർത്ഥിക്കണമെന്ന് എന്തിനാണ് ആവശ്യപ്പെട്ടത്? ദൈവത്തിന്റെ ഇഷ്ടം, മനുഷ്യനെ കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടമുണ്ട്, ദൈവഹിതമുണ്ട്. അത് പ്രാധാന്യമില്ലാത്തതാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം, ഹിതത്തിന് പ്രാധാന്യമില്ല എങ്കിൽ ദൈവം എന്തിനാണ് എന്നോട് നീ പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടത്? അത് അർത്ഥശൂന്യമാണ്. ഇപ്പൊ എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് കണ്ടെത്തേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഒരാൾ പ്രാർത്ഥിക്കും, ദൈവമേ നീ നിത്യമായി നിലനിൽക്കണം എന്ന് പ്രാർത്ഥിക്കുക എത്ര അർത്ഥശൂന്യമാണ്, അബദ്ധമാണ്. ദൈവം നിത്യനാണ്, ദൈവം നിത്യമായി നിലനിൽക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അത് ആവശ്യമില്ലാത്ത പ്രാർത്ഥനയാണ്. ഇതേ സമയത്ത് ദൈവഹിതം നടപ്പാക്കണമെന്നുള്ളത് ആവശ്യമുള്ള പ്രാർത്ഥനയാണ്.
കാരണം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 42-ാം വാക്യം നമുക്ക് ഇങ്ങനെ വായിച്ചു കേൾക്കാം. മത്തായി 26:42 ഇങ്ങനെയാണ് പറയുന്നത്: രണ്ടാമത് പോയി പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ. കർത്താവ് സമർപ്പിച്ച് തൻ്റെ ഇഷ്ടത്തിനല്ല, പിതാവിൻ്റെ ഇഷ്ടം. താൻ ഭൂമിയിലേക്ക് മനുഷ്യാവതാരത്തിൽ ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് പിതാവിൻ്റെ ഇഷ്ടം, ഞാൻ ഈ മനുഷ്യാവതാരത്തിൽ ഇറങ്ങി വന്നതിലൂടെ ദൈവം എന്താണോ എന്നിലൂടെ നിറവേറ്റാൻ പോകുന്നത് അതിനെ ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്. യോഹന്നാൻ 4:34 സമരിക്കാർ സ്ത്രീയോടുള്ള സംഭാഷണത്തിൽ യോഹന്നാൻ 4:34 ഇവിടെ കർത്താവിന്റെ ശിഷ്യന്മാർ യേശുവിന് ആഹാരം വാങ്ങാൻ പോയ സമയത്ത് അവർ തിരിച്ചു വരുമ്പോൾ യേശു ഒരു തൃപ്തനായ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. യേശു പറഞ്ഞ മറുപടി ഉണ്ട്. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കണം. നമ്മൾ പകുതി ഇട്ടിട്ട് പോകരുത് ജീവിതത്തിൽ. പകുതി എഴുതിയ പുസ്തകത്തെക്കുറിച്ച്, പകുതി പണിത വീടിനെ കുറിച്ച്, പകുതി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആകരുത് ജീവിതം. ജീവിതം പൂർത്തിയാക്കണം. ആത്മീകമായിട്ടത് ആവശ്യമാണ്. കർത്താവിന് നല്ല ബോധ്യമുണ്ട്, എനിക്ക് എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം. അത് മറ്റാർക്കും തന്നെ തടയാൻ പറ്റില്ല. അത് തൻ്റെ തീരുമാനമാണ്, തൻ്റെ കമ്മിറ്റ്മെന്റ് ആണ്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ നിറവേറ്റണം. ക്രിസ്തുവിന് നല്ല ബോധ്യമുണ്ട്. അപ്പൊ യേശുവിന് നിങ്ങൾ അറിയാത്തൊരു ആഹാരം എനിക്ക് ഭക്ഷിപ്പാനുണ്ട്. ഈ ആഹാരമാണ് ഒരാൾക്ക് തൃപ്തി വരുത്തുന്നത്, കൃതാർത്ഥനാക്കുന്നത്, സന്തോഷവും സമാധാനം തരുന്നത്. ഞാൻ ദൈവത്തിന്റെ ജോലി ചെയ്തു, ഞാൻ ദൈവത്തെ ആഗ്രഹിച്ച വിധത്തിൽ ജീവിച്ചു. ഒരു നേരം 2 നേരം ആഹാരം കഴിച്ചില്ലേ ഒരു കുഴപ്പവുമില്ല, പക്ഷെ ദൈവഹിതപ്രകാരം ജീവിക്കണം. ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു, യോഹന്നാൻ 4:34 എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ നിലനിൽപ്പതാണ്, എന്റെ സസ്റ്റനൻസ് ആണ്. 5:30 വാക്യം യോഹന്നാൻ. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായീകരിക്കുന്നു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല. മനുഷ്യാവതാരത്തിൽ ഇറങ്ങി വരുമ്പോൾ തനിക്ക് വേണമെങ്കിൽ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടാകാം. മനുഷ്യ സഹജമാണ്. അത് തൻ്റെ മാനുഷികമായ പ്രകൃതിയിൽ അത് സഹജമാണ്. തനിക്ക് ചില പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടാകാം. താൻ 12 തിരഞ്ഞെടുക്കുമ്പോൾ വേറൊരാളെ തിരഞ്ഞെടുത്തായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ മനുഷ്യ. പക്ഷെ അവിടെയെല്ലാം തൻ്റെ പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് ആരാഞ്ഞ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച കർത്താവ് ദൈവത്തിന്റെ ഇഷ്ടം ഓരോ തീരുമാനത്തിലും താൻ നടപ്പിലാക്കി. അതിന്റെ അർത്ഥം തനിക്ക് വേറെ ഇഷ്ടമുണ്ടായിരുന്നില്ലെന്നല്ല, തനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. നമ്മൾ കണ്ടു പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ. ഇപ്പൊ ഒരു സംഘർഷം അവിടെ നടക്കുന്നുണ്ട്. തനിക്ക് ചില ഇഷ്ടങ്ങളുണ്ട്. മനുഷ്യൻ എന്ന നിലയിൽ തനിക്ക് ഇഷ്ടമുണ്ടാകും, ന്യായമാണ്. പക്ഷെ ആ ഇഷ്ടത്തിനും അപ്പുറമായിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് സ്ഥാനം കൊടുത്ത കർത്താവ്. അതുകൊണ്ടാണ് 5:30 പറഞ്ഞത്, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല, എനിക്കിഷ്ടം പോലെ ജീവിക്കാൻ പറ്റില്ല. മനുഷ്യാവതാരത്തിൽ കടന്നു വന്ന കർത്താവ് പറയുകയാണ്, എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാനല്ല ഞാൻ വന്നത്, എൻ്റെ ലൈഫിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. ഞാൻ കേൾക്കുന്ന പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നതൊരു ഇച്ഛയാണ്, മനസ്സാണ്, തീരുമാനമാണ്. ദാനിയേൽ പറഞ്ഞ പോലെ എനിക്ക് രാജാവിൻ്റെ ആഹാരമൊന്നും വേണ്ട, രാജാവ് വല്ല വിഗ്രഹത്തിനുള്ളിൽ കൊണ്ട് പൂജിച്ച ആഹാരമൊന്നും കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ യഹൂദനാണ്, വിഗ്രഹാർപ്പത ഞാൻ ഭക്ഷിക്കില്ല. രാജാവാണ് കൊടുത്തുവിട്ടത്, പറഞ്ഞു വേണ്ട. അതിലൊരു ധൈര്യം വേണം. അവിടെ വ്യക്തമായി ക്രിസ്തു പറഞ്ഞു. യോഹന്നാൻ 6:38-40 നമ്മൾ വായിച്ചു കേൾക്കുന്നത് നല്ലതാണ്. യോഹന്നാൻ 6:38 മുതൽ ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്നു. അപ്പൊ ലൈഫിന്റെ പർപ്പസ് അതാണ്. വെറുതെ രാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിച്ച് ജീവിതം ആരംഭിച്ച് രാത്രി കിടന്നു ഉറങ്ങി, പിറ്റേ ദിവസം രാവിലെ ഈ ചടങ്ങ്, യാന്ത്രികമായ ജീവിതം. എന്ത് നേടി 60 വർഷം കൊണ്ട്? ഈ 70 വർഷം കൊണ്ട് എന്താണ് അവസാനിപ്പിച്ച് എന്ത് നേടിയിട്ടാണ് പോകുന്നത്? ഒന്നും നേടിയില്ല. ആത്മീകമായി ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്ര ചെയ്യുവാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്നിരിക്കും. ക്രിസ്തു പറയുകയാണ്, അവരെനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കുന്ന നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവൻ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കുന്നത്. അപ്പൊ പിതാവിന്റെ ഇഷ്ടം അത് നിറവേറ്റാൻ വന്നു. അപ്പോൾ എബ്രായർ 10:9 കൂടെ വായിക്കുക. ഹീബ്രൂസ് ചാപ്റ്റർ 10:9. എബ്രായർ 10 ജീവിതത്തിൽ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഏത് കാര്യം ചെയ്യുന്നതിന് നിന്റെ ഇഷ്ടമാണ്. എന്നെക്കുറിച്ചുള്ള നിന്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടം വേറെ. എൻ്റെ ഇഷ്ടം വലുത് കാണും, പക്ഷെ ദൈവം നിന്റെ ഇഷ്ടമാണ്. എബ്രായർ 10:9 ചോദിക്കുന്നത്, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ രണ്ടാമത്തെ സ്ഥാപിപ്പാൻ ഒന്നാമത്തെ നീക്കിക്കളഞ്ഞു. പുതിയ സ്ഥാപിക്കുന്നത് ദൈവം തന്നെ അയച്ചതിന്റെ ഒരു ഇഷ്ടമാണ്, ഒരു പദ്ധതിയാണ്. ഇപ്പൊ സ്വർഗരാജ്യ പ്രവേശനത്തിന് ദൈവം ചെയ്യുന്നവരാണ് യോഗ്യർ. മത്തായി 7:21 ക്രിസ്തു പറഞ്ഞു,
ഹൃദയ കർത്താവേ 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 എന്ന് വിളിച്ചു പറയുന്നവനല്ല, എന്നോട് കർത്താവേ കർത്താവ് എന്ന് പറയുന്ന എവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. നമ്മളോട് ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ വന്നത് എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യണം. അത് വചനപരിജ്ഞാനം, വചനത്തിലൂടെയാണ് നമുക്കത് അറിയാൻ കഴിയുന്നത്. അവരാണ് യേശുവിന്റെ ആത്മീയ കുടുംബത്തിൽപ്പെട്ടവർ. അത് മത്തായി 12:50 നീ കുടിച്ച ഭാഗ്യമുള്ളതൊക്കെ പറയുമ്പോൾ ക്രിസ്തു അവരോട് പറഞ്ഞത് ഇപ്രകാരമാണ്, സ്വർഗസ്ഥന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ അമ്മയുമാണ്. യഥാർത്ഥ ആത്മീയ കുടുംബം അങ്ങനെയുള്ളവരാണ്, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നു. അവരാണ് യഥാർത്ഥ ദൈവത്തിന്റെ മക്കൾ. അപ്പൊ ദൈവവർദ്ധന അവർക്കുള്ളതാണ്. എബ്രായലേഖനം 10:36 വ്യക്തമായി പറയും. എബ്രായർ 10:36. അപ്പം ദൈവ ഇഷ്ടപ്രകാരം അപ്പോസ്തലനായ പൗലോസ് കാണിച്ചിരിക്കുകയാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഞാനത് പ്രതികരിച്ച് അതിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് താല്പര്യമില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായി വായിനെ വലിച്ചു തുറന്ന് വായിക്കാത്ത കുത്തിക്കയറ്റിയതല്ല. അങ്ങനെയല്ല ദൈവം ചെയ്യില്ല. ദൈവം നമ്മോട് സംസാരിക്കും, നമ്മളത് തിരിച്ചറിഞ്ഞ് കർത്താവേ ഞാൻ പോകാം, ഞാൻ റെഡി എന്ന് പറയുന്ന അവസ്ഥ അവർക്കുണ്ടാകും. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം പറയുന്നത്, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണു നിങ്ങൾക്ക് ആവശ്യം. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്താണ് വാഗ്ദാനങ്ങൾ സ്വന്തമാക്കിയത്. 1 യോഹന്നാൻ 2:17 ഇത് ദൈവ ഇഷ്ടം എന്ന വാക്കിനോട് ചേർത്ത് അത് മാത്രം ചിന്തിക്കാൻ നല്ലതാണ് നിങ്ങൾക്ക്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ യോഹന്നാൻ പറയും, ലോകവും എന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ദൈവത്തിന് ഇഷ്ടമാണോ ഞാൻ ചെയ്തു തീർത്തത്? അപ്പൊ സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളും സംഭവിപ്പിക്കുന്നതല്ല, എങ്കിൽ ചില സംഭവങ്ങളും ചില വ്യക്തികൾക്കുള്ള പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, മുൻകൂട്ടി ദൈവം തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവം നിറവേറ്റുവാൻ ഉപയോഗിച്ച ദൈവത്തിന്റെ പ്രത്യേകദാസനെ മോശയുടെ കാര്യത്തിലും അത് വാസ്തവമാണ്. പുറപ്പാട് 3:10 നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും, മോശയെ ദൈവം വിളിച്ചുകൊണ്ട് മോശയോട് ഇപ്രകാരമാണ് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം നമുക്ക് ഇങ്ങനെ വായിച്ചു കേൾക്കാം. പഴയമത്തിലെ മോശയോട് ദൈവം സംസാരിക്കുമ്പോൾ ഇപ്രകാരമാണ് അവിടെ ഇടപെട്ടത്. മോശയോട് പറഞ്ഞു, ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കലായി. വരാൻ പറഞ്ഞപ്പോൾ വരാറുണ്ടെങ്കിൽ തിരിച്ചു പോകാം. മോശയ്ക്ക് ദൈവം മനുഷ്യന് കൊടുത്ത സ്വതന്ത്രമായ ചിന്താഗതി, സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുള്ള കഴിവ് മറന്നുപോകരുത്. ദൈവം വിളിക്കുമ്പോൾ അവിടെ നിന്നാൽ നല്ലത്, ദൈവം പറയുന്നത് കേട്ടാൽ നല്ലത്, ദൈവം ഉപേക്ഷിക്കാൻ പറയുന്നത് ഉപേക്ഷിച്ചാൽ നല്ലത്. പക്ഷെ അത് ചെയ്യാതിരിക്കാൻ നമുക്ക് അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. യെശയ്യാവ് 6:9 നമ്മൾ കാണാം. യെശയ്യാവ് ദൈവം വിളിച്ചു, സൈനികരുടെ യഹോവയായ ദൈവത്തെ കണ്ട യെശയ്യാവിന്റെ മുമ്പാകെ ദൈവം ചോദിച്ചു, ആരെ ഞാൻ അയക്കും? ആരെ ഞാൻ അയക്കുന്ന തീരുമാനം അറിയിച്ചത് യെശയ്യാവാണ്. ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടതായ ക്രമീകരണം തന്റെ ജീവിതത്തിലെ സ്വഭാവത്തിൽ വേണം. വെറുതെ ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ പോരാ, അതേസമയം ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. യെശയ്യാവ് 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഇവിടെ ഇപ്രകാരമാണ് നമ്മൾ കാണുന്ന പശ്ചാത്തലത്തിൽ. അപ്പോൾ അവൻ അരുളി ചെയ്ത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത് നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയില്ലെന്ന് ഇവിടെ നിയോഗിക്കുകയാണ്. 8-ാം വാക്യം, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം ചോദിക്കണം, ആര് പോകും എനിക്ക് വേണ്ടി? എന്റെ പ്രതിനിധിയായി ആര് പോകാൻ തയ്യാറാണ്? ഇങ്ങനെ നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ മാർക്കിട്ടിട്ട് ഇന്നാള് പോകുമെന്ന് പറയുന്നില്ല. ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് യെശയ്യാവ് പ്രതികരിച്ചു, അടിയൻ ഇതാ, അടിയനെ അയക്കണം. ഇപ്പൊ തീരുമാനം യെശയ്യാവിന്റെയാണ്. അത് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. യിരെമ്യാവ് പറയും 1:5, എസ്കേൽ പറയും 2:1-3 വരെ, എസ്കേൽ 2:1-3 വരെ. ഇതൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രം. ഇപ്പൊ കർത്താവ് യേശുവിന്റെ ശുശ്രൂഷയും ദൈവാത്മാവിൽ തിരുവെഴുത്തുകളാൽ മുൻകൂട്ടി എഴുതിയും. ഇപ്പൊ താൻ വന്നപ്പോൾ തനിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, പഴയകാലത്തെ പ്രവാചകന്മാർ തന്നെക്കുറിച്ച് പറഞ്ഞത് നിവൃത്തിയാകണം. അതിന് മനുഷ്യാവതാരത്തിൽ വന്നു. മനുഷ്യാവതാരം തീർച്ചയായിട്ടും സംഘർഷമുണ്ട്. പുറകോട്ട് വലിയ നിനക്ക് വലിയ ആവശ്യമുണ്ട്. നീ ഉദ്ദേശിക്കുന്ന മതത്തിന് വെറുതെ തരാം, നീ എന്നെ ഒന്ന് കുമ്പിട്ടാൽ മതി. ദൈവത്തിന് ഇഷ്ടം ചെയ്യാതിരിക്കാൻ പലരും നമ്മളെ ചുറ്റി പ്രവർത്തിക്കും. ദൈവത്തിന് ഇഷ്ടം ചെയ്യരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും നീ ജീവിച്ചൊരു ചടങ്ങിലേക്ക് നീ വയ്ക്കും. നീ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് ദൈവ ഇഷ്ടമെന്ന് നിറവേറ്റരുത്. ഇപ്പൊ സാത്താൻ യേശുവിന്റെ അടുക്കൽ വന്ന്, നീ എന്തിനെ വെറുതെ കൂച്ചിൽ മരിക്കുന്നത്? നിനക്ക് വേണ്ടത് ലോകത്തെയും ലോകത്തിലെ കാര്യങ്ങളുമല്ലേ, ഞാൻ നിനക്ക് സൗജന്യമായി തരാം. നീ എന്ന് ആര് പറയില്ല, നീ എന്നെ ഒന്ന് കുമ്പിട്ട് നമസ്കരിച്ചാൽ മതി. സാത്താൻ പറഞ്ഞു. നമ്മളോട് അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പലതരത്തിലും രഹസ്യമായിട്ട് പരസ്യമായിട്ട് ആവശ്യപ്പെട്ടു. ആരും അറിയില്ല, നീ ഒന്ന് കോംപ്രമൈസ് ചെയ്യും, ഞാൻ ഇല്ലാത്ത. കർത്താവ് യേശു വിട്ടുകൊടുത്തില്ല. സാത്താൻ എന്നെ വിട്ടുപോകുന്നു പറഞ്ഞു. ദൈവത്തെ അല്ലാതെ ആരെയും നമസ്കരിക്കരുതെന്ന് പറഞ്ഞു. തനിക്ക് വ്യക്തമായ നിർണയമുണ്ട്, ഉള്ളിൽ തീരുമാനമുണ്ട്. പുറത്തടിക്കുന്ന കാറ്റനുസരിച്ച് താൻ ചായില്ല.
തൻ്റെ ഉള്ളിൽ ഉൾക്കരുത്തുണ്ട്, ഉള്ളിൽ വ്യക്തമായ വ്യക്തിത്വമുണ്ട്. അതാണ് ക്രിസ്തു കാണിച്ചത് നമുക്ക്. ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയെ ദൈവാത്മാവ് തിരുവഴുത്തിൽ എഴുതിയതായിരുന്നു. അത് ക്രൂശിലെ മരണവും ഉയർത്തെഴുന്നേൽപ്പും എല്ലാം ഉൾപ്പെടും. അതുകൊണ്ടാണ് പ്രവൃത്തി 2:23 പറഞ്ഞ ദൈവത്തിന്റെ നിർണയമായിരുന്നു ക്രൂശിലുള്ള തന്നെ മരണം. അത് ലോക സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവജ്ഞാനത്താൽ തീരുമാനിക്കപ്പെട്ട കാര്യമായിരുന്നു. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ. 1 പത്രോസ് 1:20 ഇങ്ങനെയാണ് വായിച്ചു കേൾക്കുന്നത്. 1 പത്രോസ് 1:20 നമ്മൾ വേഗം തന്നെ പോവുകയാണ്. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുണ്ട്. 1 പത്രോസ് 1:20 നമുക്ക് വീണ്ടും ഇത് കേൾക്കാൻ അവസരം, 1 മാസത്തിനുള്ളിൽ അവസരമുള്ളത് കൊണ്ട് ആവശ്യമുള്ളവർക്ക് വീണ്ടും കേൾക്കാനും കഴിയും. 1 പത്രോസ് 1:20 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടത്. കർത്താവ് യേശുവിനെ കുറിച്ച് പറയുന്നത് he was not before the foundation of the world. ലോകം സ്ഥാപിക്കപ്പെട്ടതാണ്. ലോകത്തിന് ഉത്ഭവമുണ്ട്, പക്ഷേ യേശുവിന് ഉത്ഭവമില്ല. ലോകം ഉണ്ടാകുന്ന മുമ്പ് തന്നെ തീരുമാനിക്കപ്പെട്ടതാണ് മനുഷ്യന്റെ രക്ഷാപദ്ധതി, മനുഷ്യന്റെ വീണ്ടെടുപ്പ്. അതിനുവേണ്ടി ഒരു രക്ഷകൻ വരണം. ഇതിന്റെ പദ്ധതിയാണ്. അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാണ്. ഇപ്പൊ ലോകസ്ഥാപനത്തിന് മുന്നറിയപ്പെട്ടവൻ കാലസമ്പൂർണതയിൽ വെളിപ്പെട്ടു വന്നതാണ് ക്രിസ്തു. വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: സ്വർഗത്തിലെ ദർശനമാണ്, ചിത്രമാണ്, ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാൻ. ലോകസ്ഥാപനം മുതൽ യേശു അറക്കപ്പെട്ടു. പക്ഷെ ടൈം സ്പേസ് നമ്മൾ ചിന്തിക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരൂശലേമിൽ. ലോകസ്ഥാപനത്തിലുമാണ് ദൈവത്തിന്റെ പദ്ധതിയിലെ മനസ്സില് ഒരു രക്ഷകൻ, ഒരു ദൗത്യം, ഒരു ക്രൂശിലെ യാഗം സംഭവിച്ചു കഴിഞ്ഞു. ചരിത്രത്തില് ഏത് സമയത്ത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരൂശലേമിൽ ഗോൽഗോഥ മലയിൽ അത് ചരിത്ര സംഭവമായി നടന്നു. ചരിത്രത്തിൽ സംഭവിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മനസ്സിൽ അത് നടന്നു. ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമാണ്. ദൈവത്തിന്റെ മനസ്സിലത് സംഭവിച്ചു കഴിഞ്ഞു. അതിന്റെ വെളിച്ചത്തിലാണ് യാഗവ്യവസ്ഥകൾ, അതിന്റെ വെളിച്ചത്തിലാണ് മനുഷ്യർ മാനസാന്തരപ്പെടുമ്പോൾ ക്ഷമിച്ചു കൊടുക്കുന്നത്. നിയമങ്ങൾ പലതായിരിക്കാം. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ് ഇൻ ദ മൈൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മനസ്സ് നമ്മുടെ പഴയത് പുതുത് നാളെ എന്ന് പറഞ്ഞ് ചിന്തിച്ച് വേർതിരിക്കാൻ പറ്റില്ല. അത് ഇറ്റേണൽ മൈൻഡാണ്. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാന്റെ ജീവിതത്തിൽ പേരെഴുതിയിട്ടുള്ള ഉപവാസികളൊക്കെയും അവന് അതിനെ നമസ്കരിക്കും. പിശാചിനെ നമസ്കരിക്കുന്നതിനെ കുറിച്ചാണ്, മൃഗത്തെ നമസ്കരിക്കുന്നതിനെ കുറിച്ചാണ്. ഇപ്പൊ ക്രിസ്തു ഈ തന്നെക്കുറിച്ച് എഴുതിയത് നിവർത്തിക്കുവാനായിട്ട് സ്വയം സമർപ്പിച്ചു. നമ്മളെക്കുറിച്ച്, എന്നെക്കുറിച്ച് ദൈവം തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ നിവർത്തിക്കുവാൻ സമർപ്പിക്കണം. നമ്മളെപ്പോഴും പറയുന്ന ഉദാഹരണം, കുതിരയെ കൊണ്ടുവന്ന തടാകത്തിൽ തല കുലിപ്പിച്ച് നിർത്താം കൂടിപ്പോയ. പക്ഷെ അത് തീരുമാനിക്കണം വാ തുറന്ന വെള്ളം നാക്കുകൊണ്ട് നക്കി കുടിക്കണമെന്ന്. നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് കുതിരയെ കൊണ്ടുവന്ന ആ തടാകത്തിൽ ഇങ്ങനെ തല കുടിച്ച് പിടിച്ച് തല താഴ്ത്തി പിടിക്കും. പക്ഷെ കുതിര തീരുമാനിക്കും. ഇന്ന് ദൈവനിക്കാർ നിങ്ങൾ തീരുമാനിക്കണം, എനിക്കിതിന്റെ അനുഗ്രഹം വേണോ വേണ്ടയോ. ഒരു വിഷയം ദൈവഹിത പ്രകാരം സംഭവിച്ചെന്നതുകൊണ്ട് ദൈവം സംഭവിപ്പിച്ചെന്ന് വരില്ല. പക്ഷെ ദൈവത്തിന് അറിയാം, ദൈവത്തിന് മുന്നറിവ്. ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ശരിയായ കാര്യങ്ങൾ ചെയ്യുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ അവൻ ദൈവത്തിന്റെ ഇഷ്ടമാണ് നിറവേറ്റുന്നത്. നമ്മളാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആദാം ഹവ്വയാണ് അത് പറിച്ചു തിന്നത്. 1 യോഹന്നാൻ 3:22 ഇങ്ങനെയാണ് ആത്മാവിൽ എഴുതിയിരിക്കുന്നത്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം ഇങ്ങനെ നമുക്ക് വായിച്ചു കേൾക്കാം. അവിടെ പറയുന്നത്, അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാൽ അവൻ നിന്ന്. ദൈവം ചോദിക്കുക, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അനുസരണത്തെക്കാൾ വലിയ യാഗമില്ല. അനുസരിക്കുന്നവരുടെ ദൈവം നീ എന്ത് ചോദിച്ചാൽ ഞാൻ തരാം. നീ എൻ്റെ വചനം, എൻ്റെ കൽപ്പന അനുസരിച്ച് എൻ്റെ പ്രസാദമാണ് നിന്റെ ആഗ്രഹം. എന്നെ പ്രസാദിപ്പിക്കുന്ന ഏക ആഗ്രഹമാണ് നിന്റെ ഉള്ളിലുള്ളത്. ആ പ്രക്രിയയിൽ നീ എനിക്ക് എന്താ വേണ്ടത് ഞാൻ ചെയ്തുതരാം. എന്തൊരു വലിയ വാഗ്ദാനമാണ്. നമ്മൾ എൻ്റെ അറ്റത്ത് പോലും പോയിട്ടില്ല. 1 യോഹന്നാൻ 3:22 അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് ഞാൻ ചെയ്യും. യാചിക്കുന്ന വ്യക്തിക്ക് നന്നായിട്ടറിയാം എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവഹിതമാണോ? ആഗ്രഹമല്ല, ആവശ്യം. ദൈവം ഞാൻ ചെയ്തു. അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണുന്ന ഒരു വാക്യമുണ്ട്. അപ്പൊ ദൈവഹിതം ചെയ്യുന്നതിന് ദൈവം നിർബന്ധിക്കുകയില്ല. പക്ഷെ നാം നമ്മെ തന്നെ ദൈവിക ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മളിവിടെ പ്രവർത്തിക്കും. റോമലേഖനം 15:32, റോമർക്ക് ലേഖനം 15-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പൗലോസ് അപ്പോസ്തലൻ റോമിലെ സഭയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. റോമർ 15:32 വാക്യം ഇങ്ങനെ നമുക്ക് വായിച്ചു കേൾക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണമെന്ന് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സമാധാന ദൈവം നിങ്ങൾ എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. തൊട്ട് പുറകിലാണ് അവിടെ ആ വാക്യം വരുന്നത്. എന്നാൽ 30-ാം വാക്യം റോമർ 15. എന്നാൽ സഹോദരന്മാരെ, യഹൂദയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടത്
യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം. കാരണം യെരുശലേമിലുള്ള വിശുദ്ധന്മാർ പട്ടിണി കിടക്കുന്ന അറിഞ്ഞുകൊണ്ട് പല സഭകളിൽ നിന്ന് ധർമ്മശേഖരം കളക്ട് ചെയ്ത് യെരുശലേമിലെ വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കാനായിട്ട് പൗലോസ് ചില സഹോദരങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന പശ്ചാത്തലം. യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദകരമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തടുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടമാണ് തന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും. എന്തെങ്കിലും ചെയ്തിട്ട് ഒപ്പിടാൻ ആപ്ലിക്കേഷനോട് ദൈവത്തിന്റെ അടുക്ക വരികയല്ല. നമ്മൾ തന്നെ സ്വയം ഒരു തീരുമാനമെടുത്തിട്ട് ദൈവം ഇത് അംഗീകരിക്കണേ, ദൈവം ഇതൊന്ന് പ്രാർത്ഥിച്ച് അംഗീകരിക്കണേ, ഇതാണ് നമ്മുടെ രീതി. പക്ഷെ തീരുമാനം എടുക്കുന്നത് ദൈവഹിതമാണോ എന്ന് നമ്മൾ ചോദിക്കാറില്ല. ഇവിടെ ഇതിലെ പല തീരുമാനങ്ങളും ദൈവഹിതമല്ല. ഇപ്പൊ ദൈവഹിതം ചെയ്യുന്നതിന് ദൈവം നിർബന്ധിക്കുകയില്ല, നമ്മൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. 2 കൊരിന്ത്യർ 8:5 പൗലോസ് പറയുന്നത്, കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം, ഞാൻ സാക്ഷി, അതും ഞങ്ങൾ വിചാരിച്ചിരുന്ന പോലെയല്ല, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്ക് ഏൽപ്പിച്ചത്. ധർമ്മശേഖരത്തെ കുറിച്ച് പറയുകയാണ്, ദൈവ ഇഷ്ടത്തിനനുസരിച്ച് അവർ അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഫിലിപ്പിയർ 2:13 നമുക്കറിയാവുന്ന വാക്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇച്ഛിക്കുകയെന്നും പ്രവർത്തിക്കുകയും ദൈവമല്ലോ കിരീടമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെ പറയുന്നത് ഇപ്പോൾ ഫിലിപ്പിയർ 2:13 ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളെ ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കും. നമ്മുടെ ഭാഗത്ത് നമ്മൾ ഇച്ഛിക്കണം, പ്രവർത്തിക്കണം. നമ്മളും ഇച്ഛിക്കണം ദൈവഹിതം. ദൈവം ഇച്ഛിക്കുന്നുണ്ട്, ആരും നശിച്ചു പോകരുത്. ഞാനും ഇച്ഛിക്കണം, ഞാൻ അവസാനം വരെ പിടിച്ചു നിൽക്കണം. അതിന് വചനം വേണം, പ്രാർത്ഥനാ ജീവിതം വേണം, വിശുദ്ധ ജീവിതം വേണം. അത് ഞാൻ ഇച്ഛിക്കണം. ദൈവം ഇച്ഛിക്കുന്നുണ്ട് ഞാൻ നശിക്കരുത്, ഞാൻ ആത്മീയം വളരണം, ഫലം കായ്ക്കണം, പൂവിടണം, കായുണ്ടാകണം, എൻ്റെ ജീവിതം അനേകർക്ക് പ്രയോജനപ്പെട്ട ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ ഞാനോ ആഹാരം കഴിക്കില്ല, പ്രാർത്ഥനയില്ല, ആത്മീയ ആഹാരം കഴിക്കുന്നില്ല, പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല, വേർപാടില്ല, ഒന്നുമില്ല. പിന്നെ എനിക്ക് ദൈവം ഇഷ്ടമല്ല എൻ്റെ ജീവിതം. ഇപ്പൊ സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ നമുക്ക് കഴിവുണ്ട്. ചില ജീവിതങ്ങളെ അവരുടെ ജന്മത്തിൽ ദൈവം അറിയുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 13:5 സാംസൺ, ദൈവം അവനെ നാശന ഉദക്കാരനായിട്ട് അവനെ കൊടുത്തു. ന്യായാധിപൻ 13:5. യെശയ്യാ 49:1 യെശയ്യാണ്. യിരെമ്യാ 1:5 യിരെമ്യാണ്. ലൂക്കോസ് 13:17 യോഹന്നാൻ സ്നാപകൻ. ദൈവം അയച്ചിട്ട് വന്നവരാണ്. ഭൂമിയിലൊക്കെ ദൗത്യമുണ്ട്. നിങ്ങൾ ചുമ്മാ അപ്പനും അമ്മയിലൂടെ വെറുതെ ഉണ്ടായതല്ല. നിങ്ങൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ വെറുതെ ഉണ്ടായതല്ല. നിങ്ങളുടെ ജന്മത്തെക്കുറിച്ച് ദൈവത്തിന് അറിയാം. നിങ്ങൾ ജനിച്ചപ്പോൾ ഒരു ഉദ്ദേശ ദൈവത്തിലുണ്ട്. പക്ഷെ നമ്മൾ പ്രതികരിക്കുന്നു. സുവിശേഷം കേട്ട് നാം പ്രതികരിക്കുന്നു, ശരിയാണ്. അപ്പോസ്തലനായ പൗലോസ് ജീവിതം ഇപ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തുവിന്റെ അപ്പോസ്തലനാകുവാൻ എന്ന പ്രയോഗം ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വ്യക്തമായി നമ്മൾ കാണാൻ കഴിയും, ദൈവേഷ്ടത്താൽ ഞാൻ അപ്പോസ്തലനായി. താനും പ്രതികരിച്ചു. തന്നോട് കർത്താവ് ഇടപെട്ടു, പ്രത്യക്ഷപ്പെട്ടു, താൻ പ്രതികരിച്ചു. അനന്യാസ് എന്ന് പറഞ്ഞപ്പോൾ സ്ഥാനപ്പെട്ടു, താൻ അനുസരണം കാണിച്ചു. തുടർന്ന് നമ്മൾ ആ വാക്യത്തിന്റെ അടുത്ത ഭാഗത്തിൽ പറയുന്നത്, ദൈവേഷ്ടത്താൽ യേശുക്രിസ്തു അപ്പോസ്തലനായ പൗലോസ് സഹോദരനായ തിമോത്തിയോസിനെ താല്പര്യം കൂടെ പറയുന്ന സമയം നമ്മുടെ മുമ്പിലുള്ളൂ. പുതിയ നിയമത്തിലെ പ്രധാന കഥാപാത്രമാണ് തിമോത്തിയോസ്. 24 തവണ ഈ പേര് നമുക്ക് കാണാം. ഇപ്പൊ പൗലോസിനോടൊപ്പം തിമോത്തിയോസ് ഇവിടെ കൂടെ നിൽക്കുന്നതിന്റെ കാരണം, കൊലോസിലുള്ള ചിലരെ തിമോത്തിയോസിന് പരിചയമുണ്ടായിരിക്കാം. അതുകൊണ്ട് അവരോടൊപ്പം അപ്പോസ്തലനോടൊപ്പം ചേർന്ന് അവരെ അഭിവന്ദനം ഗ്രീറ്റിംഗ് ചെയ്യുകയാണ്. തിമോത്തിയോസിന്റെ പേര് 2 കൊരിന്ത്യർ, ഫിലിപ്പിയർ, 1 തെസ്സലോനിക്കർ, 2 തെസ്സലോനിക്കർ, ഫിലമോൻ എന്നീ ലേഖനങ്ങളുടെ ആദ്യ ഭാഗത്ത് കാണാം. 2 കൊരിന്ത്യർ, ഫിലിപ്പിയർ, 1 തെസ്സലോനിക്കർ, 2 തെസ്സലോനിക്കർ, ഫിലമോന്റെ ലേഖനം. ഈ ലേഖനയുടെ ആദ്യ ഭാഗത്ത് അഭിവന്ദനം പറയുന്ന കൂട്ടത്തിൽ തിമോത്തിയോസിന്റെ പേരിലാണ്. എന്ന് പറഞ്ഞാൽ ലേഖനം എഴുതുന്ന അപ്പോസ്തലനോടൊപ്പം തിമോത്തിയോസ് ഉണ്ടായിരുന്നു എന്നർത്ഥം. തിമോത്തിയോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തെ മാനിക്കുന്നവൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വൺ ഹു ഹോണേഴ്സ് ഗോഡ്. അവൻ്റെ അപ്പൻ യവനനാണ്, പ്രജാതിക്കാരനാണ്. അമ്മ യഹൂദ സ്ത്രീയാണ്. പ്രവൃത്തിയുടെ പുസ്തകം 16:1. അപ്പോസ്തലരുടെ പുസ്തകം 16:1 വാക്യം. തിമോത്തിയോസ് അപ്പൻ യവനൻ, അമ്മ യഹൂദ സ്ത്രീ. അവൻ ദർബയിലും ലിസ്ത്രയിലും ചെന്ന് അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോത്തിയോസ് പേരുള്ള ശിഷ്യനുണ്ടായിരുന്നു. അവൻ്റെ അപ്പൻ യവനനായിരുന്നു. അതിന് ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നീട്. അമ്മയും വലിയമ്മയുമാണ് തിമോത്തിയോസിന്റെ ബാല്യം മുതൽ അവൻ്റെ ജീവിതത്തെ തിരുവെഴുത്തുകളാൽ സ്വാധീനിച്ചത്. അവൻ്റെ അമ്മയും വലിയമ്മയും അവരെ ഈ കുഞ്ഞിനെ ദൈവിക പാതയിൽ പരിശീലിപ്പിച്ചു. 2 തിമോത്തിയോസ് 5 വായിക്കുന്നില്ല ഇനി. 2 തിമോത്തിയോസ് 5:3-15. ബാല്യം മുതൽ നീ അറിയുകയും, ബാല്യം മുതൽ അറിഞ്ഞു, കുഞ്ഞിനെ അറിഞ്ഞു. ഇവിടെയാണ് സൺഡേ സ്കൂളിലേക്ക് പ്രാധാന്യം. തിരുവെഴുത്തുകളെ പഠിപ്പിച്ചു. യേശുവിനെ കുറിച്ചുള്ള വചനങ്ങൾ അപ്പോസ്തലനിൽ നിന്നാണ് പഠിച്ചത്.
തിരുവഴുത്തുകളുടെ പഴയമകാലമാണ് അന്ന്. പഴയമകാലത്തെക്കുറിച്ചുള്ള പരിചയമാകാം അമ്മയും വല്യമ്മയും കൊടുത്തത്. പക്ഷെ പൗലോസ് അപ്പോസ്തലനിലൂടെയാണ് തിമോത്തിയോസ് ക്രിസ്തുവിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചത്. മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം തിമോത്തിയോസിന് മാതൃകയായിരുന്നു. പൗലോസിന്റെ ജീവിതം, പൗലോസിന്റെ ഉപദേശം, പൗലോസ് കഷ്ടതകൾ നേരിട്ട രീതികൾ, പൗലോസ് ഓരോ പ്രതികൂലങ്ങൾ നേരിട്ടപ്പോൾ പുറകോട്ടോടാത്ത പൗലോസിനെ തിമോത്തിയോസ് കണ്ടുപഠിച്ചു. 2 തിമോത്തിയോസ് 2:2 പൗലോസ് അതുകൊണ്ടാണ് ഇപ്രകാരം എഴുതിയത്. 2 തിമോത്തി 2:2 അവിടെ പറയും, നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതല്ല മറ്റുള്ളവരെ ഉപദേശിച്ച സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. ക്രിസ്തുവിൽ നല്ല പഠനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. എങ്ങനെ കഷ്ടപ്പാടിലൂടെ വിശ്വാസജീവിതം നിലനിർത്തണം എന്ന് അപ്പോസ്തലൻ പൗലോസിനെ കണ്ടാണ് പഠിച്ചത്. അത് 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും 14-ാം വാക്യം. 3:10 പറയുന്നത്, നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവങ്ങളും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ച് അതിനെല്ലാറ്റിൽ നിന്ന് കർത്താവിനെ വിടുവിച്ചു. തിമോത്തി കൃത്യമായി കണ്ടു. മോശയിലൂടെ യോശുവ പഠിച്ചതുപോലെ ഈ മനുഷ്യൻ ദൈവത്തിനു വേണ്ടി ഇത്രമാത്രം വിശ്വസ്തയോടെ നിന്നപ്പോൾ തനിക്ക് വേദനയില്ലാതിരുന്നില്ല, സങ്കടമില്ലാതിരുന്നില്ല, ഒറ്റപ്പെടുത്തില്ലാതിരുന്നില്ല, അപമാനമില്ലാതിരുന്നില്ല, ഇതെല്ലാം ഉണ്ടായി. പക്ഷെ ഇതിന്റെ നടുവിലും ദൈവം ഈ അപ്പോസ്തലനെ വിടുവിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്നു തിമോത്തിയോസ്. അതൊരു അനുഭവമാണ്. എങ്ങനെയാണ് ഈ വ്യക്തിയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത്? മോശയുടെ കൂടെ എങ്ങനെ പ്രവർത്തിച്ചതെന്ന് യോശുവ കണ്ടു നിന്നു. ഇതൊരു പരിശീലനമാണ്. ആ വാക്യം വായിച്ചു ഇവിടെ, നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവം കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു അതെല്ലാറ്റിൽ നിന്നും കർത്താവിനോട്. എന്റെ കഴിവുകൊണ്ടല്ല നീ രക്ഷപ്പെട്ട് പുറത്തു വന്നത്. കർത്താവിനെ വിളിച്ചു. നീ അത് കണ്ടു. ഈ കർത്താവ് നിനക്ക് വേണം. നിനക്ക് പിടിച്ചിരിക്കണമെങ്കിൽ ഞാനല്ല, കർത്താവാണ് നിനക്ക് വേണ്ടത്. ആ വലിയ പാഠം പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുക. അതിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നീയോ ഇന്നവരോട് പഠിച്ചു നോക്കി ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നിന്റെ രക്ഷയ്ക്ക് ജ്ഞാനിയാകാൻ മതിയാക്കിയ തിരുവഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ച് ഇരിക്കുന്നതിൽ നിലനിൽക്കുക. പഠിക്കുക, നിശ്ചയം പ്രാപിക്കുക, നിലനിൽക്കുക. 3 സ്റ്റെപ്പ്. പൗലോസ് പലപ്പോഴും തിമോത്തിയോസിന്റെ പുത്രൻ എന്ന പരാമർശത്തിലൂടെ വിളിച്ചിട്ടുണ്ട്. 1 തിമോത്തിയോസ് 1:18, 2 തിമോത്തിയോസ് 1:2, 2 തിമോത്തിയോസ് 2:1. 2 തിമോത്തിയോസ് 2:1 പറയുന്ന എന്റെ മകനെ എന്ന് വിളിക്കുന്ന കേൾക്കാം. 2 തിമോത്തിയോസ് 2:1. 2 തിമോത്തിയോസ് 1:2 തിമോത്തിയോസിന് എഴുതുമ്പോൾ പ്രിയ മകനായ തിമോത്തിയോസിന് എഴുതുന്നു. അപ്പൊ തന്റെ പുത്രൻ, തന്റെ മകൻ എന്ന പരാമർശത്തിലൂടെ തിമോത്തിയോസിനെ പൗലോസായിരിക്കാൻ സ്നാനപ്പെടുത്തിയത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഒരു മകനെ എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം അതായിരിക്കും. ലുസ്ത്ര പട്ടണത്തിൽ വെച്ച് പൗലോസിന്റെ 1-ാം മിഷണറി യാത്രയിൽ കല്ലേറക്കുന്നുണ്ട്. ആ സമയത്ത് തിമോത്തിയോസ് അവിടെ ഉണ്ടായിരുന്നിരിക്കണം. പ്രവൃത്തിയുടെ പുസ്തകം 14:19 കാണാം, ലുസ്ത്രയിൽ വെച്ച് പൗലോസ് കല്ലേറുകൊണ്ട് തന്റെ 1-ാം മിഷണറി യാത്രയിൽ. തിമോത്തിയോസ് ഏത് പട്ടണക്കാരനാണ്? ലുസ്ത്ര പട്ടണക്കാരനാണ്. ഇപ്പോൾ പൗലോസ് ഈ കല്ലേറ് കൊണ്ടത് തിമോത്തിയോസ് കണ്ടിരിക്കുക. ദൈവം ഓരോരുത്തരെ വിളിക്കുന്ന ഓരോ സന്ദർഭത്തിലൂടെയാണ്, ഓരോ സംഭവത്തിലൂടെയാണ്. 2 തിമോത്തിയോസ് 3:11 പൗലോസ് ഇത് പരാമർശിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതും. ഇവിടെ നേരത്തെ വായിച്ച വാക്യമാണ്, ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും നീ കണ്ടറിഞ്ഞിരിക്കുന്നു. ഇപ്പൊ തിമോത്തിയോസ് ഒരു അപ്പോസ്തലനല്ല. ലേഖനം എഴുതുവാൻ പൗലോസിനെ സഹായിച്ച വ്യക്തിയൊന്നുമല്ല. നീ എന്നോട് കേട്ട് പഠിച്ചപ്പോൾ അപ്പോസ്തലൻ മാത്രമാണ് അപ്പോസ്തലിക അധികാരമുള്ള അപ്പോസ്തലൻ. തിമോത്തിയോസ് അതില്ല. പക്ഷെ തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് പറയുന്ന ശ്രേഷ്ഠമായ വാക്കുകളുണ്ട്. നമ്മൾ പഠിച്ച ഫിലിപ്പ് ലേഖനം 2:20 വാക്യം. ഫിലിപ്പ് 2:20 ഇങ്ങനെ നമുക്ക് വായിച്ചു കേൾക്കാം. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്ര എല്ലാവരും നോക്കുന്നു. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ഇപ്പൊ തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് പറയുന്നത് അവന് സഹോദരങ്ങളോട് ആത്മാർത്ഥമായ കരുതൽ. ഫിലിപ്പ് പട്ടണത്തോട് നിങ്ങളോടുള്ള അവന്റെ കരുതൽ, ദൈവമക്കളോടുള്ള അവന്റെ കരുതൽ വളരെ വളരെ അനുഗ്രഹീതമാണ്. ഇപ്പൊ തിമോത്തി ജീവിതത്തിൽ സംഭവം ഉണ്ടായി. നമുക്കറിയാം, രക്ഷയ്ക്ക് പരിചയം ആവശ്യമില്ല. പരിചയം അഴിമത്തിപ്പെട്ടതാണ്. പക്ഷെ പൗലോസ് തിമോത്തിയോസിനെ പരിചയം ഏൽപ്പിക്കും. കാരണം തിമോത്തിയോസിന്റെ അപ്പൻ യവനനാണ്, അമ്മ യഹൂദ സ്ത്രീയാണ്. അതുകൊണ്ട് ചിലരെ തിമോത്തിയോസിനെ ചൂണ്ടിക്കാണിച്ച് ആരോപണം ഉന്നയിച്ചു. യഹൂദരുടെ ഇടയിൽ സുവിശേഷം പറയാൻ അനുവദിച്ചില്ല. പൗലോസിലൂടെ പോകുന്ന തിമോത്തിയോസിനെ പഠിത്ത് പ്രവേശിപ്പിക്കില്ല. അപ്പൊ പൗലോസ് ഒതുങ്ങിയ കാര്യം ചെയ്യും, രക്ഷയ്ക്കല്ലേ നമുക്ക് രണ്ടുപേർക്കും അറിയാം, എങ്കിൽ ഇവരെ ഒന്ന് തൃപ്തിപ്പെടുത്താണ്ട് നീ പരിചയം ഏറ്റേക്കണം. ചിലപ്പോൾ അതൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചിലർ തർക്കിക്കാറുണ്ട്. രക്ഷയ്ക്ക് പരിചയം ആവശ്യമില്ല, പൗലോസ് നന്നായിട്ട് അറിയാം.
രക്ഷയ്ക്ക് വേണ്ടിയല്ല പൗലോസ് തിമോത്തിയോസിനെ പരിചയം ഏൽപ്പിച്ചത്. യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷ ഘോഷണത്തിന് തടസ്സം വരുത്താതിരിക്കാൻ വേണ്ടി. 5 മിനിറ്റും കൂടെ. സഹോദരനായ തിമോത്തിയോസ്, സഹോദരൻ എന്ന വാക്കിനെ കുറിച്ച് അല്പം പറയാം. സഹോദരനായ തിമോത്തിയോസ്, അത് 2 കൊരിന്ത്യർ 1 കാണാം, ഫിലിമോൻ 1 കാണാം, എബ്രായർ 11:23 കാണാം. ഒരു വാക്യം വായിക്കാം തെളിവിന് വേണ്ടി. എബ്രായ ലേഖനം വായിക്കാം, സാർ നമ്മൾ വായിക്കാത്ത ലേഖനം. എബ്രായ ലേഖനം 11:23. സഹോദരനായ തിമോത്തിയോസ്, സഹോദരൻ. ഇപ്പൊ പൗലോസ് തിമോത്തിയോസിനെ പുത്രനെന്നും മകനെന്നും പൗലോസിനെ പറഞ്ഞു, പരാമർശിച്ചു. വിശ്വാസത്തിൽ നിജപുത്രൻ, പ്രിയ മകനെന്ന് പറഞ്ഞു. ഇപ്പൊ തിമോത്തിയോസുള്ള പൗലോസിന്റെ അഫെക്ഷൻ, പ്രിയമാണ് അതിലൂടെ കാണുന്നത്. പൗലോസ് ഒരിക്കലും തിമോത്തിയോസിനെ ഫെലോ അപ്പോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടില്ല. പുതിയ നിയമത്തിൽ സഹോദരൻ, സഹോദരന്മാർ എന്ന പരാമർശം 3 അർത്ഥത്തിലാണ്. ഒന്ന്, ഭൗതിക സഹോദരങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പൊ എൻ്റെ സഹോദരൻ, എൻ്റെ മൂത്ത സഹോദരൻ, ഇളയ സഹോദരൻ എന്ന ഭൗതിക അർത്ഥം. മത്തായി 4:18. പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് എന്ന് പറയുമ്പോൾ അവിടെ ഭൗതിക സഹോദരനെ കുറിച്ചാണ്. രണ്ടാമത്തെ അർത്ഥം, ഒരേ വംശത്തിലും ഗോത്രത്തിലും പെട്ടവരെ കുറിച്ച് പറയുക. ഒരേ ഗോത്രം വംശത്തിൽപ്പെട്ടവർ. പ്രവൃത്തി 2:29. സഹോദരന്മാരായ പുരുഷന്മാരെ. ഇവിടെ സഹോദരൻ എന്ന പ്രയോഗം കാണും. യഹൂദന്മാരായിട്ടുള്ള അതേ ഗോത്രത്തിൽപ്പെട്ടവരെ വിളിക്കുകയാണ് സഹോദരന്മാരായ പുരുഷന്മാരെ. പ്രവൃത്തികൾ 3:17 കാണും. നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്ന് മോശ പറഞ്ഞില്ലേ. അപ്പോൾ ഒരേ ഗോത്രത്തിലും വംശത്തിൽപ്പെട്ടവരെ കുറിച്ച് പറയാം സഹോദരന്മാരെന്ന് പറയും. മൂന്നാമത്തെ അർത്ഥം, ക്രിസ്തുവിലുള്ള ആത്മീയ സഹോദരങ്ങളെ പരാമർശിക്കുന്നു. ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച, ക്രിസ്തുവിലേക്ക് കടന്നു വന്നിട്ടുള്ള ദൈവമക്കളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഉദാത്തമായ പ്രയോഗമാണ് സഹോദരന്മാർ. ആദ്യം പറഞ്ഞ ഭൗതിക സഹോദരൻ, കുടുംബത്തിലുള്ള ഭൗതിക സഹോദരന്മാർ, യേശുവിന്റെ സഹോദരന്മാർ എന്നൊക്കെ കാണും. മത്തായി 12:47. ഒരേ വംശത്തിലും ഗോത്രത്തിലും ജാതിയിൽപ്പെട്ടവർ, യഹൂദന്മാർ പരസ്പരം സഹോദരന്മാരായ പുരുഷന്മാർ. മൂന്നാമത് ക്രിസ്തുവിലുള്ളവർ. പ്രവൃത്തികൾ 9:30 സഹോദരന്മാർ അതറിഞ്ഞ് അവനെ കൈസരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സഹോദരന്മാർ. അപ്പം പൗലോസ് എന്ന പട്ടണത്തിലെ പൗലോസ് ഉപദ്രവം നേരിടുന്നത് കണ്ടപ്പോൾ അവിടെയുള്ള സഭയിലുള്ള വിശ്വാസികൾ, അതായത് പൗലോസിന്റെ ആത്മീക സഹോദരങ്ങൾ പൗലോസിനെ കൂട്ടിക്കൊണ്ട് കൈസരിലേക്ക് പോയി. പ്രവൃത്തികൾ 9:30, പ്രവൃത്തികൾ 10:23. യോപ്പയിലെ സഹോദരന്മാർ, യോപ്പയിലെ സഭ. അങ്ങനെ ആ സഭയിലുള്ള സഹോദരങ്ങളെ കുറിച്ച് ആ അർത്ഥത്തിൽ 3 അർത്ഥം. സഹോദരൻ എന്നത് ഒരു ബഹുമാന നാമമോ സ്ഥാനപ്പേരോ അല്ല, ഒരു ടൈറ്റിലല്ല. സഹോദരൻ എന്നത് ഒരു ബഹുമാന പേരോ സ്ഥാനപ്പേരോ അല്ല, ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന പദമാണ് സഹോദരൻ എന്നുള്ള പേര്. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ റിലേയിൽ പോയി കിടക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ചിന്തിച്ചതിനെ കുറിച്ച് കൂടുതലായിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമ്മൾ ആത്മീകമായ സഹോദരങ്ങളാണ്, ഒരേ ആത്മീക കുടുംബത്തിലെ അംഗങ്ങൾ, ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ. അപ്പോൾ അവർ തിരിച്ചറിവുകയായിരിക്കട്ടെ. നമ്മളിത് കണ്ടു, ദൈവഹിതം. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ്, പൂർത്തിയതാണ്. നമ്മുടെ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഉത്തരവാദിത്തം തീർക്കാതെ പോയാൽ ചിലപ്പോൾ വരങ്ങളും അനുഗ്രഹങ്ങളും കിരീടങ്ങളും നഷ്ടപ്പെട്ടെന്ന്. ഏൽപ്പിച്ച ജോലി തീർക്കണം. ദൈവത്തിനറിയാം, ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടവരുടെ ജോലി ദൈവം പൂർത്തീകരിക്കും. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥന. ജോസഫ്. കരുണാസമ്പന്നനായ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹീത സായ സമയത്തിനായി നന്ദി കർത്താവേ.